കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ടാവാറുണ്ടല്ലേ. പല കാരണങ്ങൾ കൊണ്ട് ആ ഡാർക്ക്നെസ് ഉണ്ടാവാറുണ്ട്. ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് വർക്കായ ഒരു റെമഡിയാണ്. മുന്നേ ഏതൊരു വീഡിയോയിൽ ഞാൻ ഇതിനെ പറഞ്ഞു പോയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടല്ല, പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം എഫക്റ്റീവായിട്ടുള്ളതും നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് എത്ര തന്നെ ഡാർക്ക്നെസ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണിത്. ഈ ഒരു മെത്തേഡ് ഫുള്ള് നിങ്ങൾ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഇതിൽ കുറേ ടിപ്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ആ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്കിത് പിന്നെയും ഉണ്ടാവാതെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ടിപ്സും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. കുറേ നാൾ കൂടിയിട്ടുണ്ടായ ഒരു ഡാർക്ക്നെസ് ആണ്, അവിടുത്തെ സ്കിന്ന് ഫുള്ളായിട്ട് ഡാമേജ് ആയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇങ്ങനെ തരിയായിട്ടുള്ള കുരുക്കൾ, കറുത്ത പാട് അങ്ങനെ ഉണ്ടാവും റൗണ്ടായിട്ട്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിസ്സാരം ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡാണ്. സോ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇടയ്ക്കൊക്കെ ഞാൻ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ആദ്യം തന്നെ ഞാൻ എന്താണ് ഇപ്പോൾ കാണിച്ചു തരുന്ന ഹോം റെമഡി എന്ന് പറയാം. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് റിയൽ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സ്, ഇത് വീണ്ടും ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു സ്ക്രബാണ്. നമുക്ക് ആ മുട്ടിൻ്റെ അവിടെ വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യണം. കറുത്ത നിറത്തിലുള്ള ഭയങ്കര ഡാർക്കായിട്ടുള്ള ഡെഡ് സെൽസ്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കില്ലേ, അത് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യണം. അതൊന്ന് സ്ക്രബ് ചെയ്ത് ജെൻറ്റിലായിട്ട്, വളരെ ജെൻറ്റിലായിട്ട് അതൊന്ന് നമുക്ക് അത് പോകുന്ന രീതിയിലൊന്ന് സ്ക്രബ് ചെയ്യണം. ഒറ്റ ദിവസത്തിലല്ല, ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. എന്നാലും ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ 1.5 സ്പൂണ് എടുത്തിട്ടുണ്ട്. ഒപ്പം ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാലും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കുക. പാലിപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി, ഒരുപാട് കൂടുതൽ എടുക്കണ്ട. ഇച്ചിരി തിക്ക് പേസ്റ്റ് ആയിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. മുഖമല്ലല്ലോ, നമ്മുടെ കട്ടിയുള്ള സ്കിന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഇച്ചിരി തിക്കായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് തിക്കല്ല, നമുക്ക് സാധനം ഉപയോഗിക്കാനായിട്ട് കയ്യിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഉള്ള കൺസിസ്റ്റൻസി അത് മതി. ആ ഒരു രീതിക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു മിക്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ആ കട്ടിയുള്ള സ്കിന്നുണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒറ്റ ദിവസത്തിൽ മുഴുവൻ മാറുന്നല്ല. അപ്പോൾ നമുക്ക് എത്രയുണ്ടോ, നമുക്ക് ചെറിയൊരു കറുത്ത നിറം ഷെയ്ഡ് വ്യത്യാസമൊക്കെ ആണെങ്കിൽ ആദ്യത്തെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഡാർക്കായിട്ട് ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേറെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് വരാതിരിക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുപോകണം. ഈ ഒരു 3 കാര്യങ്ങളും നമ്മൾ ഒരു വീഴ്ചയും വരുത്താതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ പാക്ക് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിപ്പോയി, ഇങ്ങനെ ആയിപ്പോയതാണ്, ഞാൻ അങ്ങനെ ആക്കിയതല്ല. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കൺസിസ്റ്റൻസി നോക്കുക. ഇച്ചിരി കട്ടിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല രസമായിരിക്കും. എന്നിട്ട് നമ്മളിത് നമ്മുടെ മുട്ടിലുണ്ടല്ലോ, കൈയുടെ മുട്ടിൽ അവിടെ വെച്ചിട്ട് നല്ല ഒരു മസാജ് കൊടുക്കണം. നല്ല രീതിയിൽ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. നല്ല ഒരു മസാജ് കൊടുക്കണം. ഇതിൽ പാല് ചേർത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന, മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ അരിപ്പൊടി സോക്കായി കഴിയുമ്പോൾ നല്ല ഒരു മൈൽഡായിട്ടുള്ള എന്നാൽ അത്യാവശ്യം പവറുള്ള ഒരു സ്ക്രബാണ്, ഒരു ഫിസിക്കൽ എക്സ്ഫോളിയേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ പാല് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തന്നെ എടുക്കണം. നന്നായിട്ട് അവിടുത്തെ സ്കിന്ന് മോയ്സ്ചറൈസും കൂടെ ആവണം. ഡ്രൈ ആയിരിക്കുമ്പോഴും ഡാർക്ക്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും എടുക്കരുത്, പാല് അല്ലെങ്കിൽ തൈര്, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇത് രണ്ടും വെച്ച് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക നമ്മുടെ മുട്ടിൻ്റെ അവിടെയായിട്ട്. ഇപ്പോൾ ഞാനിങ്ങനെ പിടിച്ചാൽ പോലും എൻ്റെ മുട്ടിലൊരു ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ആക്സിഡൻ്റ് ആയപ്പോൾ മുറിവ് പറ്റിയതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ആ മുറിവിൻ്റെ പാട് ഇത്രയൊന്നുമല്ല, ഒരുപാടുണ്ടായിരുന്നു. അതിപ്പം നന്നായിട്ട് ഫെയ്ഡായി എന്നുള്ളതാണ് സത്യം.
എന്നിട്ട് നല്ല മസാജ് കൊടുക്കുക. ഇതുപോലെ ഒരു 5 മിനിറ്റ്, ഒരു മുട്ടിൽ 5 മിനിറ്റ് വെച്ച് നല്ല രീതിയിൽ മസാജ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ വെറുതെ തൊട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് ചെയ്തിട്ട് പോകരുത്. നന്നായിട്ട് ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്യുന്ന സ്ഥലമല്ല, എപ്പോഴും വാഷ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുളിക്കുമ്പോൾ ജസ്റ്റ് സോപ്പ് വെച്ച് കുളിക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ദിവസം ഇതുപോലെ ഒരു 5 മിനിറ്റ് നല്ല മസാജ് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് കൂടുതൽ വേണോ അതോ കുറച്ച് മതിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആ ഒരു രീതിക്ക് ഒരു 5 മിനിറ്റ് മസാജ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കൈയുടെ മുട്ടിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളിങ്ങനെ കൈയുടെ ഒരു മുട്ടിലല്ല 2 മുട്ടിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചെയ്യേണ്ടതാണ് കാലിൽ നമുക്ക് നമ്മുടെ മുട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാൽ പാദത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെയും ചെറിയ മുട്ടൊക്കെ വരത്തില്ലേ ആങ്കിളിൻ്റെ അവിടെയായിട്ട്, അവിടെയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഫുൾ നമ്മുടെ കാലിലായിട്ടും ഇതുപോലെ ഈ സെയിം പാക്ക് യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഫുൾ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ കൈ കുത്തിയിട്ട് അല്ലെങ്കിൽ മുട്ട് കുത്തിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് മാക്സിമം കുറയ്ക്കുക. അവിടെ പ്രഷർ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടും അതുപോലെ നമ്മൾ തടിയിൽ, ബെഞ്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്കിലൊക്കെ ഒരുപാട് കൈ വയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ IT-ലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാവും. കൈയുടെ ആ ഒരു എവിടെയാണോ നമ്മൾ കൂടുതലായിട്ട് ആ മുട്ടിൽ പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ ആ ഒരു ഇത് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്, നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പാക്ക്. ഇനി അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വാസ്ലിനാണ്. വാസ്ലിൻ അല്ലെങ്കിൽ കട്ടിയുള്ള ബോഡി ലോഷൻ, ഇത് രണ്ടിലേതെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് വാസ്ലിൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ല വാസ്ലിൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മതി, എല്ലാം കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അതായത് എല്ലാ ദിവസവും ഈ ഒരു വാസ്ലിൻ അല്ലെങ്കിൽ ബോഡി ലോഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. പക്ഷേ സ്ക്രബിങ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം 2 ദിവസം ചെയ്ത് കൊടുക്കുക. മുട്ടിലൊക്കെ എല്ലാ മുട്ടിലും ഇതുപോലെ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ കാലിൻ്റെ മുട്ടിലും പാദത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഹാർഡായിട്ടുള്ള സ്കിന്നുണ്ട്, ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. ചേർത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. തുടച്ചിട്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പാക്ക് കഴുകി തുടച്ചിട്ട് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സംഭവം ഉണ്ടല്ലോ സൂപ്പറാണ്. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒറ്റ ദിവസത്തിലോ ഒരാഴ്ചയിലോ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യുക. ഒരു 1.5 മാസത്തോളം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ പിഗ്മെൻറ്റേഷൻ എത്രയാണോ അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിഫറൻസും അതുപോലെ ആ ഒരു ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സൂപ്പർ വർക്കിംഗ് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്, ഏത് പ്രായക്കാർക്കും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ബൈ.